ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ നോക്കിയത് അവിടെ എന്താണ് അവിടെ പാത്രങ്ങൾ കഴുകിയിട്ട് ഇതാക്കി വെച്ചേക്കുന്നത്, അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ആദൂട്ടി എണീറ്റിട്ടില്ല, ആരും എണീറ്റിട്ടില്ല കേട്ടോ. മക്കൾ ആരും എണീറ്റിട്ടില്ല. മാളുകൊച്ച് എണീറ്റ് പഠിക്കുമെന്ന് തോന്നുന്നു. മാളുകൊച്ചാണ് ഇന്ന് രാവിലെ വിളിച്ച് എണീപ്പിച്ചത്. നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ അടുക്കള പണിയിലേക്ക് കിടക്കുവാണ് കേട്ടോ. മീൻകറി വെച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പയറുതോരനും കൂടി വെക്കുവാണെങ്കിൽ രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പയറുതോരനും മീൻകറിയും മതി കേട്ടോ. അപ്പോൾ പയറുതോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വീഡിയോ ഒന്നുമില്ല, ഇന്നും ഇരുന്നല്ലേ പറഞ്ഞല്ലേ വീഡിയോ ഇടുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. 9:30 തെറാപ്പി ഇപ്പോൾ, പക്ഷെ നമ്മളെത്തുമ്പോൾ ഒന്നും 10 ആവുന്നുണ്ട്. സമയം പോകുന്നുണ്ട് കേട്ടോ. ചീഞ്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ എടുക്കുന്നത്. കുക്കിംഗ് വീഡിയോ അല്ല, അല്ലാതെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. ചുമ്മാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേ കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ. ഒന്നിനും ഇപ്പോൾ സമയം കിട്ടുന്നില്ല കേട്ടോ. ഒരു കാര്യത്തിനും എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. തെറാപ്പിയും കാര്യങ്ങളും അതിൻ്റെ ഓട്ടോ ഒക്കെ ആയിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. നിലത്തിരിക്കാൻ സമയമില്ല കേട്ടോ. സമയം 2 മണിക്കൂറും കൂടി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ. ഞാനിത് ഇതാക്കിയിട്ട് വെക്കുള്ളൂ കേട്ടോ. വാട്ടിയിട്ട് തോരൻ വെക്കുള്ളൂ. സബോളയും പച്ചമുളകും കൂടി വാട്ടുവേ, എന്നിട്ട് പയറേതായിട്ട് ഇടും. ഉപ്പൊക്കെ കഴിക്കാം കേട്ടോ. ഉപ്പൊക്കെ കഴിക്കാത്ത ഇച്ചിരി വാരി ഇടുകയുള്ളൂ. അപ്പം പയറുകളൊക്കെ അടുപ്പത്ത് വെക്കട്ടെ. മീൻകറി ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതെ, നല്ല മീൻകറി ഉണ്ട്. അപ്പോൾ അത് തിളപ്പിക്കുവാണേ. പയറുതോരനും മീൻകറി മതി കേട്ടോ. അവർക്ക് ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പയറുതോരനും മീൻകറിയും മതി. അപ്പം അത് തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ കറി ഇതാണ് കേട്ടോ, പയറുതോരനും മീൻകറി. പിന്നെ രാവിലെ ഭയങ്കര തുമ്മൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തുമ്മൽ. ഇവിടെ ചോറ് ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി വെന്താൽ മതി കേട്ടോ. അങ്ങനെ ചോറുമായി. രാവിലത്തെ എൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ. ആദൂട്ടിക്ക് രാവിലെ എന്തെങ്കിലും വേണം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞു വെച്ചു. രാവിലത്തെ തണുപ്പേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലത്തെ നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും കൂട്ടെന്നും. അല്ലാതെ നമുക്കിപ്പോൾ പുറത്ത് പോയി വീഡിയോ എടുക്കാനുള്ളൊരു വഴിയില്ല. പുറത്തേക്ക് എനിക്ക് പോകാൻ തന്നെ പറ്റത്തില്ല. ആദൂട്ടി നല്ല ഉറക്കത്തിലാണ്, ഉണ്ണിക്കുട്ടനും നല്ല ഉറക്കത്തിലാണ്. മാളുകൊച്ച് എണീറ്റ് പഠിക്കുവാണ്. തണുപ്പായതുകൊണ്ട് പിന്നെ ഉണ്ണിക്കുട്ടനൊന്ന് വിളിച്ച് എണീപ്പിക്കാനില്ല. എല്ലാം മഞ്ഞേ. അപ്പം എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഉണ്ടാക്കിയിട്ട് കാണാവേ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവായിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവായി. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം എനിക്ക് ഉണ്ണിക്കുട്ടനും മാത്രം മതി കേട്ടോ. ഉണ്ണിക്കുട്ടനല്ല, ആദൂട്ടിക്ക് മാത്രം മതി. ഉണ്ണിക്കുട്ടനാണ് വരുന്നത്. പിന്നെ നമ്മുടെ പയറുതോരനും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻകറിയും പയറുതോരനും ഉപ്പുമാവും ചോറും ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ക്ലീനിങ്ങിലേക്ക് പോകണം കേട്ടോ. രാവിലെ ഞാൻ പരിപാടിയിലേക്ക് പോവാവേ. കറി അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അടിച്ചു വരാൻ വേണ്ടി കയറി. ഒത്തിരി വലിയൊരു ഇതൊന്നുമില്ല. ഇത് നമ്മുടെ ആദൂട്ടിയുടെ ഗതയാണ് കേട്ടോ. അടിച്ചു വരാൻ വേണ്ടി കയറി. ഓർത്ത് ലോക്കാതെ സൗണ്ട് കേൾപ്പിച്ച്. അപ്പോൾ ഇപ്പം അടിച്ചു വാരി തുടയ്ക്കണം കേട്ടോ. ഇവിടെ തുടച്ചിടണം. തുടച്ചും കൂടി ഇട്ടാലേ പണി കഴിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മിറ്റവടിയാണ്. അപ്പം ഇനിയിപ്പോൾ തുടയ്ക്കാം. അങ്ങനെ നമ്മളെ തുടയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ തുടയില്ലാത്തൊരു പരിപാടി നമ്മുടെ ജീവിതത്തിലില്ല. അതെന്ത് വന്നാലും തുടയുണ്ട് കേട്ടോ. കാരണം ആദൂട്ടിക്ക് തുടച്ചില്ലെങ്കിൽ അലർജിയുണ്ട്. അപ്പോൾ തുമ്മലും ഒക്കെ ഉള്ളതുകൊണ്ട് തുട എന്തായാലും ഉള്ളു കേട്ടോ. അപ്പം തുടച്ചിട്ട് വേണം ഇനി
മിറ്റവും കൂടി അടിച്ചു വരണം. മിറ്റവും കൂടി അടിച്ചു വരെ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതിയേ. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു അന്നേരം. അങ്ങനെ നമ്മുടെ ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഷുഗറാണത് ചേച്ചി എണീറ്റ് വരുന്നത് ഈ ചിരിയാണ് കേട്ടോ. ചിരിച്ചാണ് ചിലരെ ഷുഗറാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചേ. അപ്പോൾ ആദൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. മോന്ത മാത്രം കഴിയിട്ടേ ഉള്ളൂ. ഇനി ആദൂട്ടിയുടെ ഫിസിയോതെറാപ്പിക്ക് പോകണം, ഉപ്പുമാവ് കൊടുക്കണം, ചായ വെക്കണം, പണിയുണ്ടമ്മച്ചേ. ചേട്ടനെ ചേച്ചിനെ സ്കൂളിൽ വിടണം, എല്ലാം ചെയ്യണം. ഉണ്ണിക്കുട്ടൻ അവിടെ ഉണ്ട്, അവിടെ നോക്കുന്നത്. ഷുഗാണോന്ന് ചോദിച്ചാൽ അമ്മച്ചി എണീച്ച് ഷുഗർ എല്ലാവർക്കും ഷുഗാണോന്ന് ചോദിച്ച് ചോദിക്കേ. ചോദിക്കോ കൊള്ളത്തെടുക്ക കൊള്ളത്തെടുക്ക. കുഞ്ഞുമാവെ കൊഞ്ചിക്കാൻ എണീറ്റ് വന്നിട്ട് നമ്മുടെ കുഞ്ഞുമാവയാണ്. അയ്യോ ഉറക്കം പോയിട്ടില്ല, ചെറുക്കട് ഉറക്കം പോയിട്ടില്ല. അപ്പം നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം അവർക്ക് ചോറ് എടുക്കണം, രണ്ടുപേർക്കും കൊണ്ടുപോകാനേ. ചോറും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ വേണം. കാണിച്ചു തരാവേ. അവിടെ കുഞ്ഞേതാ കുഞ്ഞുവാവ കേട്ടോ, കുഞ്ഞുവാവ. അതെ, ആദൂട്ടി മിണ്ടാപ്രാണി എന്ന് പറയുന്നവരുടെ ഈ ആദൂട്ടി കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് വർത്തമാനം പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുമോ? ആദൂട്ടി വാതല്ലി ഒച്ചപ്പാടുണ്ടാക്കുന്നവരൊന്നും നിങ്ങളതാരും കേൾക്കുന്നില്ല. മിണ്ടാപ്പാണി എന്ന് പറയും. എൻ്റെ കൊച്ചു വർത്തമാനം പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ലേ? അതുകൊണ്ട് ഇനി അതാക്കാരും ഉപയോഗിക്കണ്ട കേട്ടോ. നെഗറ്റീവുകാരോടാണ് പറഞ്ഞത്. എന്നും എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ പറയാൻ നെഗറ്റീവ്. ഇത് മിണ്ടാപ്പാണിയാന്ന് പറഞ്ഞവരോട് ഞങ്ങൾ സഹിച്ചോളാം, നിങ്ങൾ സഹിക്കാൻ തരണ്ട കേട്ടോ. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. ആൾ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് കേട്ടോ. രാവിലെ അപ്പം ഇനിയിപ്പോൾ ആദൂട്ടിനെ കൊണ്ട് കിടത്തിയിട്ടേ ഉണ്ണിക്കൊക്കെ ചോറ് എടുക്കട്ടെ കേട്ടോ. നമുക്ക് കിടക്കുമോ മോൻ? കിടക്കുവോ? കിടക്കത്തില്ല രാവിലെ. ചേട്ടൻ കിടത്തട്ടെ കേട്ടോ, കിടത്തട്ടെ. കിടക്കൂ. മോത പോയത് ഉണ്ടോ എടുക്കാൻ വേണ്ടിയുള്ള കൊച്ച്. അപ്പോൾ അവർക്ക് ചോറ് എടുക്കട്ടെ. നിലത്ത് കിടത്തിയപ്പോൾ കണ്ടോ ക്ലോസപ്പ് ആയിട്ടുള്ള ചിരി അങ്ങ് കുറഞ്ഞേ. കാരണം നിലത്ത് കിടക്കുന്ന ഇഷ്ടമല്ല. ആ വയറ് കാണിക്കാതെ സാറേ. വയറ് കാണിച്ചാതെ സാറേ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കുള്ള ഫുഡ് എടുക്കട്ടെ. ഇതാണ് കേട്ടോ ഉണ്ണിക്കുട്ടന് ഉള്ള ചോറ്. ഇതേ മീൻകറി, ഈ ചോറ് ഉണ്ണിക്കുട്ടന് ഈ പാത്രത്തിലാണ് കൊണ്ടുവന്നത്. ഇച്ചിരി ചോറേ ഉള്ളൂ, പക്ഷേ ആൾ ഈ വലിയ പാത്രത്തിലാണ്. ഇത് നമ്മുടെ ആദൂട്ടിക്ക് BRCന്ന് കിട്ടിയ പാത്രമാണ്. ഇത് പിന്നെ മാളുക്കൊച്ചിൻ്റെ പാത്രം. ഇത് വെള്ളം മാറിപ്പോയി. ഇത് ആദൂട്ടീൻ്റെ ബോട്ടിലാണ് കേട്ടോ. മാളൂസ് തൽക്കാലത്തേക്ക് എടുത്തതേ ഉള്ളൂ. അല്ലേ അതോ? ഉണ്ണിക്കുട്ടൻ്റെ ബോട്ടിൽ പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ 2-3 മാസത്തേക്ക് വേണ്ടിയിട്ട് മേടിക്കണ്ടല്ലോ അല്ലേ? കൊച്ചിൻ്റെ ബോട്ടിൽ അവൾ എടുത്തു. ആദൂട്ടി അത് പറഞ്ഞപ്പോൾ ചിരിക്കുന്നുണ്ട്. മാളോ മാളോ ആൾ കേൾക്കുകയല്ല. മാളുകൊണ്ട് കൊച്ചു വെച്ചിട്ടുണ്ട് കൊച്ചിൻ്റെ പാത്രം എടുത്തേന് അല്ലേ? ആദൂട്ടി ആദൂൻ്റെ ബോട്ടിൽ നിന്ന് കേട്ടപ്പോൾ ആദൂട്ടി ചിരിക്കുവാണ്. ഇതാറ് കേട്ടോ ഇവരുടെ ടിഫിൻ. ഇതെങ്ങനെയാണ്? ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. സമയം 8:15 ആയിട്ടേ ഉള്ളേ. 8:15 ആയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ആദൂട്ടിക്കുള്ള ചായയാണ് കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അലക്കുന്നതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ആദൂട്ടിക്കുള്ള ചായയാണ്. അപ്പോൾ ചായ തിളച്ച് ആദൂട്ടിക്ക് ഉപ്പുമാവൊക്കെ കൊടുത്ത് തെറാപ്പിക്ക് പോകണം. ഒരു ഉണ്ണിക്കുട്ടനൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ വൈൻഡപ്പ് പറഞ്ഞ് നമ്മൾ നിർത്തും കേട്ടോ. അപ്പോൾ സമയം 9 മണിയാണേ. ഓരോരുത്തർ ഇവിടെ ഒരുങ്ങി പോകുന്നേ ഉള്ളൂ കേട്ടോ. ദേ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട്. പോട്ടെന്നോ പോകുന്നുണ്ടോ? എല്ലാരോടും ഞാൻ പോവാട്ടോ. സമയമില്ല, പെട്ടെന്ന് സമയമില്ല. ഉണ്ണിക്കുട്ടൻ താമസിച്ചാണ് എനിക്ക്. അതുകൊണ്ട് ഇന്ന് ഉണ്ണിക്കുട്ടന് വിശപ്പൊന്നുമില്ല. ഇനിയിപ്പം ഞങ്ങളെ ഫിസിയോതെറാപ്പിക്ക് പോകണം. ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കണം, ആദൂട്ടിനെ കുളിപ്പിക്കണം, അമ്മയ്ക്ക് കഴിക്കണം. അങ്ങനെ ഓരോരോ പണികളെല്ലാം ചെയ്യണം. ചിരിയുണ്ടോ? ഉണ്ണി സൗണ്ട് കുറച്ച് ഉണ്ണി പോകുന്നു. നീയാണോ ഫോൺ കാണുന്നേ? എന്തോ ഒരു ന്യൂസ് കണ്ടോ? അതാണ് അവർ രണ്ടുപേരും കൂടി ഉള്ള വീഡിയോ എടുക്കുമോ? രണ്ടുപേരും കൂടി ഉള്ള വർത്താനാണ്. ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് ആങ്ങളെ 10 രൂപ കൊടുക്കുവാണ് പെങ്ങൾക്ക്. അതാണ് കേൾക്കുന്നത്. അപ്പം എന്തായാലും നമ്മളെ ഈ തിരക്കിട്ടൊരു ദിവസമാണ് കാണിച്ചത് കേട്ടോ. ഇങ്ങോട്ട് നോക്കണ കള്ളാ, ഇങ്ങോട്ട് ഉണ്ട്. അപ്പം ഞാൻ രാവിലത്തെ ഒരു തിരക്കിട്ടൊരു കുറച്ച് നേരമായിട്ട് വീഡിയോ എടുത്തത്. കാരണം എല്ലാം ഒന്നും നമുക്ക്
എടുക്കാനൊന്നും പറ്റിയല്ല. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.